Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM MA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. ഇതൊരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. സോ ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. അസൈൻമെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ ഓപ്പൺ ബുക്ക് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുടെ ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്സ് എക്സാം നടത്തുമ്പോൾ യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന എക്സാമിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഇനി പറയാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സിലോട്ട് വേഗം കിടക്കാം. പ്രസ്തുത തീയതിയിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:15 മണി വരെ പഠിതാക്കളുടെ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് എക്സാം നടത്തപ്പെടുക. ഞാൻ പറഞ്ഞിരുന്നു 3.25 മണിക്കൂറാണ് എക്സാം. റഫറൻസിനായി 15 മിനിറ്റ് അധിക സമയം ഉൾപ്പെടെ ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് ആകെ 3 മണിക്കൂർ 15 മിനിറ്റ് സമയമായിരിക്കും അനുവദിക്കുന്നത്. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ദെൻ റെസ്ട്രിക്റ്റഡ് രീതിയിലുള്ള ഈ ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ പഠിതാക്കൾക്ക് സർവകലാശാല നൽകിയിട്ടുള്ള പ്രസ്തുത കോഴ്സിൻ്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ മാത്രം പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാവുന്നതും റഫറൻസിനായി ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പോൾ ആ മെറ്റീരിയൽ മാത്രമാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. പ്രസ്തുത കോഴ്സിൻ്റെ ഓപ്പൺ ബുക്ക് രീതിയിലുള്ള മോഡൽ ചോദ്യപേപ്പറും സർവകലാശാല ആദ്യമായി നടത്തിയ ഓപ്പൺ ബുക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഞാൻ ഇന്നലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ റഫറൻസിനായി സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ പരീക്ഷാ ദിവസം കൊണ്ടുവരേണ്ടത് പഠിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇവ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്നതല്ല. ഇങ്ങനെ കൊണ്ടുപോകാവുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ പരീക്ഷയ്ക്ക് മുൻപായി ഇൻവിജിലേറ്ററുടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ ചെക്ക് ചെയ്യും. ഇനി സർവകലാശാല നിർദ്ദേശിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ പാടില്ല. മറ്റു പുസ്തകങ്ങളോ പേപ്പറുകളോ കുറിപ്പുകളോ പരീക്ഷാ ഹാളിൽ കൊണ്ടുവരുന്നതിന് പരീക്ഷാർത്ഥികൾക്ക് അനുവാദമില്ല. ബുക്ക് മാത്രം കൊണ്ടുപോകാം. ഇനി 8ാമത്തെ പോയിന്റ്, പഠിതാക്കൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ മറ്റു കുറിപ്പുകൾ വയ്ക്കുകയോ യാതൊന്നും തന്നെ ഒട്ടിച്ചു ചേർക്കുകയോ എഴുതി ചേർക്കുകയോ തുന്നി ചേർക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അത്തരം നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ പഠിതാക്കൾക്കെതിരെ സർവകലാശാല നിയമമനുസരിച്ച് കർശന നടപടി സ്വീകരിക്കുന്നതാണ്. മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ പരീക്ഷാ ഹാളിൽ അനുവദനീയമല്ല. ഇതിന് പകരം PDF ആയിട്ടോ മറ്റു കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. മൊബൈലിൽ നിങ്ങൾ ബുക്ക് തന്നെ കൊണ്ടുപോകണം. ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ പുസ്തകങ്ങളുടെ ശരിയായ ഉപയോഗം നിർണായകമായതിനാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസെപ്റ്റ് മനസ്സിലാക്കി, ബുക്കിലുള്ള കണ്ടൻസ് മനസ്സിലാക്കി, ക്വസ്റ്റിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിലേക്ക് എഴുതാനുള്ളൊരു ക്വാളിറ്റി ഉണ്ടാകണം. ദെൻ ഉത്തരങ്ങൾ ചോദ്യപേപ്പറിൽ ആവശ്യപ്പെട്ട പ്രകാരം സമഗ്രമായി വ്യക്തതയോടെ എഴുതുക. അനാവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക. ആവശ്യമായിട്ടുള്ളത് മാത്രം എഴുതുക. പുസ്തകത്തിൽ നിന്ന് നേരിട്ടുള്ള ഉദ്ധരണികൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ ഉറവിടം വ്യക്തമാക്കുക. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കി എഴുതുമ്പോൾ ഇത് എവിടെ നിന്നാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുക. ദെൻ പരീക്ഷാ ഹാളിൽ മറ്റു പഠിതാക്കളുമായി ആശയവിനിമയം നടത്താനോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ മറ്റു സാധനങ്ങളോ ഉപകരണങ്ങളോ കൈമാറ്റം ചെയ്യുവാനോ പാടില്ല. പരീക്ഷാ ഹാളിൽ കർശനമായ നിശബ്ദത പാലിക്കണം. ഇനി
എന്തെങ്കിലും സംശയമോ സഹായമോ ആവശ്യമെങ്കിൽ ഇൻവിജിലേറ്ററുടെ സഹായം തേടാവുന്നതാണ്. മുകളിൽ സൂചിപ്പിച്ച നിർദ്ദേശങ്ങൾക്കുപരി സർവകലാശാലയുടെ നിലവിലുള്ള പരീക്ഷകളുടെ മറ്റ് നിർദ്ദേശങ്ങൾ ഈ പരീക്ഷയ്ക്കും ബാധകമാണ്. ബാക്കിയൊക്കെ നേരത്തെ എക്സാം പോലെ തന്നെ പഠിതാക്കൾക്ക് ഓപ്പൺ ബുക്ക് പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ സംശയങ്ങളോ അറിയാനായി പ്രവൃത്തി ദിവസങ്ങളിൽ 10 മണിക്കും 5 മണിക്കും ഉള്ളിൽ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ്, നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അഡീഷണൽ നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.